Hello friends, Hi Kitchen Recipes in Malayalathilottu ellarkum swagatham. ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുള്ള ഒരു റെസിപ്പി ആയിരുന്നു ഈസ്റ്റ് ചേർക്കാത്ത അപ്പത്തിന്റെ റെസിപ്പി ചെയ്യാനായിട്ട്. ഇത് എൻ്റെ ആന്റി എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരു കിഡിലൻ റെസിപ്പിയാണ്. ഇതിൽ ഞാൻ ഈസ്റ്റ് ചേർക്കുന്നില്ല, ഉഴുന്ന് ചേർക്കുന്നില്ല, ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ചേർക്കുന്നില്ല. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവൻ കാണാൻ മറക്കരുത്. കാരണം പല സ്റ്റേജിലാണ് ഞാൻ പല സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നത്. അപ്പോൾ അവസാനം വരെ കാണാൻ മറക്കരുത്. ഞാനിവിടെ 1 കപ്പ് ഇഡ്ഡലി റൈസ് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഞാൻ 1 കപ്പ് തേങ്ങ വെള്ളത്തിൽ ഒരു ചെറിയ ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കലക്കിയതാണ്. ഇത് ഫ്രഷ് ആയിട്ട് എടുത്ത തേങ്ങ വെള്ളമല്ല. തേങ്ങ വെള്ളം എടുത്തതിന് ശേഷം ഒരു ചില്ല് കുപ്പിയിൽ ഞാൻ 3 ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പുറത്ത് വെക്കരുത്, ഫ്രിഡ്ജിൽ തന്നെ വെക്കണം. ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ വെള്ളം ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ഫെർമെൻറ്റ് ചെയ്ത് കിട്ടില്ല. 3 ദിവസമെങ്കിലും തേങ്ങ വെള്ളം ഫ്രിഡ്ജിൽ പഞ്ചസാര ഇട്ട് വെച്ചിട്ടുണ്ടാവണം. അപ്പോൾ അത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ആർട്ടിഫിഷ്യലായിട്ട് വാങ്ങിക്കാൻ കിട്ടുന്ന കോക്കനട്ട് വാട്ടർ അത് ഉപയോഗിക്കരുത് കേട്ടോ. അത് ഉപയോഗിച്ചാലും നമുക്ക് അത്ര ശരിയായി കിട്ടില്ല. പിന്നെ കരിക്ക് വെള്ളം ഒന്നും വേണ്ട, സാധാ തേങ്ങ പൊട്ടിച്ച വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇഡ്ഡലി റൈസ് ഈ തേങ്ങ വെള്ളത്തിലാണ് കുതിർക്കാനാക്കി വെക്കേണ്ടത്. വെള്ളം ഒട്ടുപോലും ഒഴിക്കേണ്ട കേട്ടോ. അപ്പോൾ ഇത് ഇനി ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട, നമ്മളുടെ അടുക്കളയിൽ കിച്ചൺ കൗണ്ടറിൽ തന്നെ വെച്ച് ഒരു 3 മണിക്കൂർ മാക്സിമം വെച്ചാൽ മതി. അങ്ങനെ 3 മണിക്കൂർ അരി കുതിർത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് മാറ്റാം. അപ്പോൾ ഇതിലോട്ട് ഞാൻ എല്ലാ തേങ്ങ വെള്ളവും ഇങ്ങനെ ഒഴിക്കുന്നില്ല, കുറച്ച് തേങ്ങ വെള്ളം ഞാൻ മാറ്റുവാണ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഒരുപാട് തേങ്ങ വെള്ളം കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അരി അരഞ്ഞു കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് വളരെ കുറച്ച് തേങ്ങ വെള്ളം മാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ല പേസ്റ്റ് പരുവം ഇതിനെ അരച്ചെടുക്കണം. പിന്നെ ഓരോരുത്തരുടെ മധുരം അനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 3-4 ടീസ്പൂൺ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചേർക്കാം. കൂടുതൽ പഞ്ചസാര ചേർക്കുമ്പം നമ്മൾ അപ്പം ചുടുമ്പം ലേസൊക്കെ നല്ല ഗോൾഡൻ കളറായിട്ട് പെട്ടെന്ന് വരാൻ സഹായിക്കും കേട്ടോ. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണേ. ഞാനിവിടെ 1/4 കപ്പ് പശുവിൻ പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഇപ്പോൾ ഒഴിക്കണ്ട. ഞാൻ പറഞ്ഞില്ലേ, ലിക്വിഡ് കൂടിയിട്ടുണ്ടെങ്കിൽ ഈ അരി അരഞ്ഞു കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കുറച്ച് മാത്രം ഇപ്പോൾ ചേർത്ത് കൊടുക്കുവാണ്. പിന്നെ ഇതിൻ്റെ കൂടെ 1/2 കപ്പ് ഗ്രേറ്റ് ചെയ്ത തേങ്ങയും കൂടെ ചേർക്കണം. അത് വീഡിയോ റെക്കോർഡ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നുപോയുണ്ട്, അതിപ്പോൾ ഇതിൽ കാണുന്നില്ല. അതും കൂടെ ചേർക്കണം കേട്ടോ. അപ്പോൾ 1/2 കപ്പ് ഗ്രേറ്റ് ചെയ്ത തേങ്ങയും കൂടെ ചേർത്തിട്ട് നമ്മളിതിനെ നന്നായിട്ട് നല്ല പേസ്റ്റ് പരുവം ഇതിനെ അരച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പശുവിൻ പാലിന് പകരം തേങ്ങാപ്പാൽ ഉപയോഗിക്കാം കേട്ടോ. പക്ഷേ തേങ്ങാപ്പാൽ ഉപയോഗിക്കുമ്പോൾ ഒരു കൊഴുപ്പ് അത്രയ്ക്കും കിട്ടില്ല. നമ്മുടെ മാവിനൊരു ചെറിയൊരു കൊഴുപ്പ് വേണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പശുവിൻ പാൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിലോട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻറ്റ് ഇതുവരെ ചേർത്തിട്ടില്ല. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ബാക്കി കണ്ടു നോക്കാം. ഞാനിപ്പോൾ ഒരു പാത്രത്തിലോട്ട് 1 തവി മാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഇനി ഇതിൻ്റെ 4 ഇരട്ടി വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. മീഡിയം ടു മീഡിയം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതിനെ നന്നായിട്ട് കുറുക്കിയെടുക്കണം. ഒരുപാട് തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അത് കുറുകി വരും, പക്ഷെ അപ്പത്തിനൊരു സോഫ്റ്റ്നെസ് കിട്ടില്ല. അതുകൊണ്ട് സമയം എടുത്ത് വേണം ഇതിനെ കുറുക്കിയെടുക്കാനായിട്ട്. ഒരു 6-7 മിനിറ്റ് എങ്കിലും മീഡിയം ടു മീഡിയം ലോ ഫ്ലെയിമിലിട്ട് ഇതുപോലെ കുറുക്കിയെടുക്കണം. അങ്ങനെ നന്നായിട്ട് കുറുക്കിയതിന് ശേഷം ഇത് നന്നായിട്ട് തണുക്കണം. തണുത്തതിന് ശേഷം മാത്രം മിക്സിയുടെ ജാറിലോട്ട് ബാക്കിയുള്ള മാവിൻ്റെ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങ വെള്ളം കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് കുറച്ചും കൂടെ നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം. പിന്നെ പാല് കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്തതിന് ശേഷം നമ്മൾ 1/2 കപ്പ് ചോറാണ്, വേവിച്ച ചോറ്, അതാണ് ചേർക്കുന്നത്. ഞാനിവിടെ ബസ്മതി അരിയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോറ് ചേർക്കാം. വൈറ്റ് കളർ റൈസ് ആകുമ്പോഴേക്കും നല്ല നിറം ഉണ്ടാവില്ല അപ്പത്തിന്, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പാണ്, അതും കൂടെ ചേർക്കാം. പിന്നെ ബാക്കിയുള്ള പാലും ബാക്കിയുള്ള തേങ്ങ വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് പരുവം ഇതുപോലെ അരച്ചെടുക്കണം. അരയ്ക്കുന്ന സമയത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഒരുപാട് ഇപ്പോൾ പഞ്ചസാര കുറവ് തോന്നി അല്ലെങ്കിൽ ഉപ്പ് കുറവ് തോന്നിയെങ്കിൽ ആ സമയത്ത് ചേർത്ത് കൊടുത്ത് നമുക്ക് ഒന്നുകൂടെ അരച്ചെടുക്കാം. ഒരുപാട് ലൂസായി പോരുത്, ഒരുപാട് കട്ടിയായി പോരുത്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഇഡ്ഡലി റൈസിൻ്റെ ബ്രാൻഡ് അനുസരിച്ചിരിക്കും. ചിലപ്പോൾ കുറച്ചും കൂടെ പശുവിൻ പാൽ ഒഴിച്ചു കൊടുക്കേണ്ടി വരും. കട്ടി കൂടുതൽ തോന്നുവാണെങ്കിൽ വെള്ളം യാതൊരു കാരണവശാലും ഒഴിക്കരുത്. വേണമെങ്കിൽ ലൂസാക്കാൻ വേണ്ടി ഇച്ചിരി പശുവിൻ പാൽ, അതും കൂടി പോരുത്, ഒരുപാട് ലൂസായി പോരുതല്ലോ. അപ്പോൾ അത് അരച്ചു കൊടുത്തതിന് ശേഷം വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഈ ഒരു റെസിപ്പിയിൽ ഞാനിന്ന് ഉപയോഗിച്ചിട്ടുള്ള കറക്റ്റ് 1 കപ്പ് തേങ്ങാ വെള്ളവും 1/4 കപ്പ് പശുവിൻ പാലുമാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കിതിനെ കവർ ചെയ്ത് കിച്ചണിൽ തന്നെ വേണം വെക്കാൻ, ഫ്രിഡ്ജിലല്ല വെക്കേണ്ടത്. അപ്പോൾ ഈസ്റ്റൊക്കെ ആണെങ്കിൽ 2-3 മണിക്കൂറിനുള്ളിൽ അത് ഫെർമെൻറ്റ് ചെയ്ത് വരും. ഇത് വെച്ച് ഫുൾ നാച്ചുറൽ അല്ലേ, അതുകൊണ്ട് കുറച്ച് കൂടുതൽ സമയം എടുക്കും. അപ്പോൾ ഓവർനൈറ്റ് വെക്കണതാണ് എപ്പോഴും നല്ലത്. 9 മണിക്കൂറെങ്കിലും നമ്മൾ കിച്ചണിൽ തന്നെ ഇത് ഫെർമെൻറ്റ് ചെയ്യാനാക്കി വെക്കണം.
അപ്പോൾ ഇത് ഓവർനൈറ്റ് വെച്ചതിന് ശേഷം വളരെ നന്നായിട്ട് നല്ല പതപതാഞ്ഞ് വന്നിട്ടുണ്ട്, നന്നായിട്ട് ഫെർമെൻറ്റായി വന്നിട്ടുണ്ട്. ഈസ്റ്റ് പോലെ ഇങ്ങനെ പൊന്തി വരുന്ന പോലെ നമുക്ക് തോന്നില്ല, പക്ഷെ നമുക്കത് കാണുമ്പോൾ തന്നെ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് നന്നായിട്ട് മനസ്സിലാകും നല്ല രീതിയിൽ ഇത് ഫെർമെൻറ്റായി വന്നിട്ടുണ്ടെന്ന്. ചൂടായ അപ്പച്ചട്ടിയിലോട്ട് ഏകദേശം 1.5 തവയോളം മാവ് ഒഴിച്ചു കൊടുത്ത് ഇതിനെ ചുറ്റിച്ചെടുക്കാം. എന്നിട്ട് മൂടി വെച്ച് മീഡിയം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതിനെ വേവിച്ചെടുക്കാനായിട്ട്. ഒരുപാട് ചൂട് കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും, പ്രോപ്പറായിട്ട് കുക്കായി കിട്ടില്ല. ഇനിയിപ്പോൾ ഇതുപോലത്തെ ലേസ് പോലത്തെ അപ്പം ഇഷ്ടമല്ലെങ്കിൽ ഇങ്ങനെ വട്ടത്തിലുള്ള അപ്പമാണ് വേണ്ടെങ്കിൽ നോൺ സ്റ്റിക്ക് പാനിൽ ഇതുപോലെ 1-1.5 തവി മാവ് ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ നമുക്ക് വേവിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല മെത്ത പോലെ ഇരിക്കുന്ന അപ്പം നമുക്ക് കിട്ടും. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ചുട്ടുടനെ കഴിക്കുമ്പോഴായിരിക്കും ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവാം. ഇത് കണ്ടില്ലേ, ഇതുപോലെ നല്ല ഹോൾസ് വരണമെങ്കിൽ നന്നായിട്ട് ഫെർമെൻ്റ് ആയിരിക്കണം. ഫെർമെൻ്റ് ആയതുകൊണ്ട് മാത്രമാണ് ഹോൾസ് വന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ, ഈസ്റ്റ് ഇല്ലെങ്കിലും നമുക്ക് വളരെ ഈസി ആയിട്ട് അപ്പം ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പം അടുത്ത റെസിപ്പിയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.